ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കാം. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പങ്കുവയ്ക്കുന്ന തിരുത്തലുകൾ എന്തായിരുന്നാൽ തന്നെയും അതിനെ സ്വീകരിപ്പാനുള്ള ഒരാർജവം നമ്മളിൽ നിന്ന് രൂപപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും ദൈവം നമ്മോട് പറയുന്നതിനെ കേൾക്കാനാണ് നമുക്കിഷ്ടം. കേൾക്കുന്നവരാണ് എങ്കിലും അനുസരിക്കുന്നവരാകാൻ നമുക്ക് അത്ര കണ്ട് താല്പര്യമില്ല. കേൾക്കാൻ നമുക്ക് നല്ല കൗതുകമാണ്, കേൾക്കാൻ നമുക്കേറെ ഇഷ്ടവുമാണ്. എന്നാൽ അനുസരിക്കുന്ന മനോഭാവത്തിൽ നാം പലപ്പോഴും വീഴ്ചയിലാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആകയാൽ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അനുസരണവുമായി ബന്ധപ്പെട്ട്, ദൈവവചനത്തിൻ്റെ അനുസരണവുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ പറയുന്ന ചില വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ദൈവവചനത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എല്ലാവരും ജീവിക്കുന്ന ഈ ലോക ചുറ്റുപാടിൽ നമുക്ക് ആരെയെങ്കിലും അനുസരിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മളൊക്കെ ആരെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അനുസരിക്കേണ്ടതായിട്ട് വരും. അത് മരണം വരെ അനുസരണയുടെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. അല്ലായെങ്കിൽ നമുക്ക് കൃത്യമായും ഏറെ ആരോഗ്യകരമായും ഈ ലോകത്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മളിപ്പോൾ ആരെയൊക്കെയാണ് വാസ്തവത്തിൽ അനുസരിക്കുന്നത്? ഇത് നിങ്ങളൊന്ന് ചിന്തിക്കാമോ? നിങ്ങളിന്ന് ദൈവവചനത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ആരെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തിനെയെങ്കിലുമൊക്കെ അനുസരിക്കുന്നവരായിരിക്കും. എന്തിനെയൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് നിങ്ങളിപ്പോൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ച് മുതലെടുക്കാം. ഒരു കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ അടിസ്ഥാനപരമായിട്ട് ആ കുഞ്ഞിന് തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, പക്വത, ക്യാരക്ടർ ഇതെല്ലാം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലും ഒരു അനുസരണ ഉണ്ട് എങ്കിൽ മാത്രമാണ് ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കാനായിട്ട് അവന് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകമാണെങ്കിലും അനുശാസിക്കുന്നു, നീ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി മാറുക. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അപ്പനെയും അമ്മയും അനുസരിക്കുന്നവനായി മാറുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ടീനേജ് പ്രായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അഡൾട്ട് പ്രായത്തിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് അനുസരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു പ്രായത്തിലേക്ക് സ്വന്തമായൊരു ചിന്തയുടെയും സ്വന്തമായൊരു ഇച്ഛാശക്തിയുടെയും സ്വന്തമായ ഒരു ആലോചനയുടെയും ഒക്കെ പ്രായത്തിലേക്കുള്ള ഒരു ട്രാൻസിറ്റ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലതിലേക്കും നമ്മളുടെ അനുസരണം ഡൈവേർട്ട് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലതിലേക്കും നമ്മളുടെ അനുസരണം പോകും. പതുക്കെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ അല്പം ഒരു വൈമുഖ്യം ഒക്കെ ടീനേജ് പ്രായത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. പിന്നെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാൻ അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മറ്റെന്തിനെങ്കിലും അനുസരിക്കാൻ അവർക്ക് തോന്നുന്നത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒന്നിനെ അനുസരിക്കാതിരിക്കുക എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം മറ്റെന്തോ ഒന്നിനെ അനുസരിക്കാൻ നമ്മുടെ ഹൃദയം അഭിവാഞ്ച തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതുവരെ അപ്പനെയും അമ്മയും കൃത്യതയോടെ അനുസരിച്ച് അവൻ്റെ മുന്നിൽ വേറെ പല ഘടകങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഒന്ന്, ചില കൂട്ടുകാരുടെ വാക്കുകൾ അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. ആ വാക്കുകൾക്ക് അവൻ മാതാപിതാക്കൾ പറയുന്ന വാക്കുകളേക്കാൾ അവന് പ്രാധാന്യം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വീണ്ടും ചില തത്വങ്ങൾ, ഒരുപക്ഷെ അവനെ ആകർഷിക്കുന്ന ചില തത്വങ്ങൾ, അതൊരുപക്ഷെ മതപരമായിട്ടുള്ളതാകാം, രാഷ്ട്രീയമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളതാകാം, ചില വാല്യൂസ്, ചില മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകാം. അങ്ങനെ ചില തത്വങ്ങൾ ഒരു ടീനേജറുടെ ഹൃദയത്തെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, അവൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അവൻ പഠിച്ച് വരുന്ന മേഖലകളിൽ ചില മേഖലകളിൽ അവൻ ഇൻഫ്ലുവൻസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേറെ ചിലതിലേക്ക് അവൻ്റെ ഹൃദയം സ്വാധീനിക്കപ്പെടുമ്പോൾ അപ്പനും അമ്മയും പറയുന്നതിനെ അനുസരിക്കാനും വിധേയപ്പെടാനുമുള്ള ഒരു മനസ്സില്ലായ്മ ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു ടീനേജറുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും അവൻ എന്തിനെങ്കിലും ഒന്ന് അനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പനെ അമ്മയെ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
അവൻ ഒരുപക്ഷെ അവൻ്റെ കാഴ്ചപ്പാടുകളെ അവൻ അനുസരിക്കേണ്ടതായിട്ട് വരും. അവൻ്റെ ഹൃദയത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇമോഷൻസിനെ, അത് നെഗറ്റീവായിരിക്കാം പോസിറ്റീവായിരിക്കാം, ആ ഇമോഷൻസിനെ അവൻ അനുസരിക്കേണ്ടതായിട്ട് വരും. അവൻ്റെ സുഹൃത്തുക്കളെ അവൻ അനുസരിക്കേണ്ടതായിട്ട് വരും. അവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അവന് വിശ്വസിക്കേണ്ടതായിട്ടും അനുസരിക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ഇവൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങളെ അവൻ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. വീണ്ടും കുറച്ചുകൂടെ പ്രായമങ്ങ് കടന്ന് ഒരു വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഒരു പുതിയ ജീവിത അന്തസ്സിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എന്തിനെയാണ് അനുസരിക്കേണ്ടി വരുന്നത്? പ്രധാനമായും ലോകത്തിൻ്റെ തത്വങ്ങളെ പലപ്പോഴും അനുസരിക്കേണ്ടതായിട്ട് വരും. അവിടെ ലോകത്തിൻ്റെ തത്വങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മനുഷ്യനൊരു സക്സസ്ഫുൾ മാൻ ആയിട്ട് ലോകം ഒരു മനുഷ്യനെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുദ്രകുത്തുന്നത്? ഒരു മനുഷ്യനെ വിജയിയായിട്ട് ലോകം എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ, ലോകത്തിൻ്റെ തത്വങ്ങളെ അനുസരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ വളരെ കാര്യമായി ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തത്വമാണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന ഒരു തത്വം. പ്രിയപ്പെട്ടവരെ, ഈ തത്വത്തെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാടിനൊപ്പം ഓടിയെത്താൻ വേണ്ടിയിട്ടാണ്. നാട് എത്രത്തോളം അഡ്വാൻസ്ഡ് ആകുന്നോ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി, ഒരു വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ തങ്ങളുടെ തലമുറകൾ എത്തിച്ചേരണമെന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്, മക്കൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നാടിനെ അനുസരിക്കുന്ന, ലോകത്തെ അനുസരിക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് കടന്നു വരുന്നു. പിന്നീട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നു കഴിയുമ്പോഴോ പങ്കാളിയെ അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ സോഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളെ, എൻ്റെ സമൂഹത്തിലെ മാന്യതയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളെ ഞാൻ അനുസരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ മൊത്തത്തിൽ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അനുസരണയുടെ ഒരു കാലഘട്ടമാണ്. ഒരു ജോലി മേഖലയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെട്ട കടമകളെ ഞാൻ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. അവിടെ ഒരുപക്ഷെ ചില പാപശീലങ്ങളെ പോലും ഞാൻ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. ഒരു റിട്ടയർമെൻറ്റ്, വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നാൽ മാതാപിതാക്കൾക്ക് മക്കളെ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. മക്കളുടെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ മാതാപിതാക്കൾക്ക് നിൽക്കേണ്ടതായിട്ട് വരുന്നു. വീണ്ടും ഒരു ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ സമ്പൂർണമായിട്ടും മക്കളെ, തലമുറകളെ ആശ്രയിച്ച് അവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കേണ്ടതായിട്ട് കടന്നു വരുന്നു. ഞാനിത് ഒരു ചെയിൻ പോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിനെന്തെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് ആരെയെങ്കിലുമൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇവിടെയാണ് യേശുക്രിസ്തു പങ്കുവെക്കുന്ന സുപ്രധാനമായ ചില സന്ദേശങ്ങൾ നമ്മളുടെ മുൻപിൽ കടന്നു വരുന്നത്. ഇവിടെ ഞാനും നിങ്ങളും ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തിനെങ്കിലും ഒന്ന് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെന്തിനെങ്കിലും ഒക്കെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തെ ഞാൻ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങളെ എനിക്ക് അനുസരിക്കാതെ ഇരിക്കേണ്ടി വരും. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും മടിയാണ്. ദൈവത്തെ അനുസരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ നിഷേധിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ എനിക്ക് മനസ്സില്ല. ദൈവത്തെ അനുസരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ഒഴിവാക്കേണ്ടി വരുന്ന തത്വങ്ങളെ ഒഴിവാക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം എന്താണ്? ഞാൻ അങ്ങനെ ഒഴിവാക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ എൻ്റെ സ്റ്റാറ്റസിനെ ബാധിക്കുന്നതാണ്, ഒരുപക്ഷെ എൻ്റെ ജോലിയെ ബാധിക്കുന്നതാണ്, എൻ്റെ വരുമാനത്തെ ബാധിക്കുന്നതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലൗകികമായ സ്വസ്ഥതയെ ബാധിക്കുന്നതാണ്, എൻ്റെ സാമൂഹികമായിട്ടുള്ള എൻ്റെ സ്റ്റാറ്റസിനെ, എൻ്റെ മാനത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കാനായിട്ട് എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറേണ്ടവനാണ്. യേശുവിനെ അനുസരിച്ച് ജീവിതത്തിൽ എന്തിനെങ്കിലുമൊക്കെ നിഷേധിക്കേണ്ടി വന്നാലും,
യേശുക്രിസ്തുവിനെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾക്ക് അണുവിട വിട്ടുവീഴ്ച വരുത്താതെ ജീവിക്കാൻ നെഞ്ചുറപ്പ് കാണിക്കുന്ന ഒരു മനുഷ്യനെയാണ് വിശ്വാസി എന്ന് വിളിക്കുക. ഞാൻ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള വേദഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ മത്തായി 8-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച വീടിന്മേൽ അലച്ചു. അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്ത് ക്രിസ്തു തൻ്റെ വചനങ്ങളെ ചെയ്യുന്നവൻ, അതായത് അനുസരിക്കുന്നവനും തൻ്റെ വചനങ്ങളെ അനുസരിക്കാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം അവതരിപ്പിക്കുകയാണ്. രണ്ട് സ്ഥലത്തും സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ക്രിസ്തു പറയുന്ന ഈ ഉപമയിലെ സാഹചര്യം എന്താണ്? വലിയ മഴ പെയ്തു, കാറ്റടിച്ചു, നദികളിൽ വെള്ളം പൊങ്ങി, ആ വെള്ളം പൊങ്ങിയ വെള്ളം വന്ന് വീടുകളിൽ വന്ന് അടിച്ചു. അവസാനം എന്തു സംഭവിച്ചു? പാറയിൽ പണിത വീട് അത് തകർന്നു പോയില്ല. അതെല്ലാം സംഭവിച്ചിട്ടും അത് അങ്ങനെ തന്നെ കുലുങ്ങാതെ നിന്നു. എന്നാൽ മണ്ണിന്മേൽ പണിത, അടിസ്ഥാനം വേണ്ടതുപോലെ ഇടാതെ പണിത ആ വീടോ അത് തകർന്നു പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തുവാകുന്ന വചനത്തെ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചാൽ ക്രിസ്തു പറയുകയാണ്, നിങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ടാകും. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കും. ആ ഉറപ്പിൻ്റെ ആ കരുത്തിനെ കുറിച്ച് ക്രിസ്തു വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണോ? വലിയ കാറ്റടിച്ചാലും നദി പൊങ്ങി വെള്ളം വന്നടിച്ചാലും ഒന്നും നിങ്ങളുടെ ഭവനം അല്ലെങ്കിൽ നിങ്ങളാകുന്ന വ്യക്തിത്വം കുലുങ്ങിപ്പോവുകയില്ല, തളർന്നു പോവുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇമോഷണൽ ഇഷ്യൂസ് ഉള്ള ആളുകൾ വളരെ കൂടുതലാണ്. ഇപ്പം ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ധ്യാനത്തിന് കടന്നു വരികയും കൗൺസിലിങ്ങിന് കടന്നു വരികയും ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നിരവധിയായ വൈകാരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരു 30 വർഷം മുമ്പോ 40 വർഷം മുൻപോ നമ്മുടെ പൂർവ്വതലമുറകൾ അനുഭവിച്ചിരുന്ന വൈകാരിക പ്രശ്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ തലമുറകൾ അനുഭവിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. നമുക്കറിയാം, മനഃശാസ്ത്ര ചികിത്സാരംഗം ഇന്ന് വളരെയേറെ അഡ്വാൻസ്ഡായി മാറുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബെഡുകൾ നിറഞ്ഞു കവിഞ്ഞ് രോഗികൾ വരുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇമോഷണൽ ഇഷ്യൂസ് വർദ്ധിച്ച് അത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ടും സൈക്കാട്രിക് കംപ്ലൈൻ്റ് ആയിട്ടും ഒക്കെ രൂപാന്തരപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു താളം തെറ്റുന്ന അനുഭവം നമ്മളിന്ന് ഒരുപാട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നോ, ഇന്ന് മനുഷ്യൻ എന്തുകൊണ്ട് കൂടുതൽ വൈകാരിക പ്രശ്നങ്ങളുള്ളവരായി മാറുന്നു? അതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിന്, ക്രിസ്തുവിൻ്റെ വചനത്തെ ചെയ്യുന്നതിന് നാം ഒട്ടും വില കൊടുക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നതിന് വില കൊടുക്കാതെ ജീവിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുലുങ്ങിപ്പോകുന്നു. മണലിൽ പണിത വീട് പോലെയായി മാറുന്നു. അത് വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉള്ള വ്യക്തിയാണോ? നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ദൈവവചനത്തെ അനുസരിക്കുന്ന വ്യക്തിക്ക് ടെൻഷൻ ഉണ്ടാകില്ല. ഏതു തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളാകട്ടെ, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് വൈകാരിക പ്രശ്നങ്ങൾ, ഇമോഷണൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല. അവൻ കുലുങ്ങാതെ നിൽക്കും. ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മനസ്സ് തകർന്നു പോവുകയില്ല. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ക്രൈസിസ് വരട്ടെ, പട്ടിണി വരട്ടെ, രോഗം വരട്ടെ, മരണം വരട്ടെ, അപകടങ്ങൾ വരട്ടെ, ജീവിതത്തിൽ എന്തു തന്നെയും വരട്ടെ, സാമ്പത്തിക ബാധ്യത വരട്ടെ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രതിസന്ധി വരട്ടെ, ഇതൊന്നും ഒരു മനുഷ്യനെ അലട്ടത്തില്ല. യേശുക്രിസ്തുവിൻ്റെ വചനത്തെ ഉറപ്പായി അനുസരിക്കുന്ന, ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയാൻ പോവാണ്,
അനുസരിക്കുന്ന വ്യക്തിക്കാണ് ഇത് വരാത്തത്. നമ്മളൊക്കെ വിശ്വസിക്കുന്നു എന്ന് എപ്പോഴും പറയും. പക്ഷെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുസരിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ എവിടെയൊക്കെയോ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. എത്ര ഇടങ്ങളിലാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അബ്രഹാം പിതാവ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അബ്രഹാം പിതാവ് ദൈവത്തെ അനുസരിച്ചു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അനുസരണയാണ്. ഇത് തിരിച്ചറിയണം നിങ്ങൾ. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ ക്രിസ്തു ജീവിച്ചിരുന്നു, ക്രിസ്തു ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവന് വീണ്ടും വരാനിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഇങ്ങനെ അത്രയും കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതിനെ കുറിച്ചല്ല. വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഓരോന്നിനും വില കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം ഓരോന്നും വില കൊടുത്ത് ജീവിതത്തിൽ അതിനെതിരായി വരുന്നതിനെ നിഷേധിച്ചു മാറ്റി നിർത്താൻ ഞാൻ ധൈര്യം കാണിക്കണം. ദൈവവചനത്തെ അനുസരിക്കുന്നതിനെതിരായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനോട് ചിട്ടയായിട്ട് നോ പറയാനായിട്ട് നിങ്ങൾ ട്രെയിൻഡ് ആകണം. അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് സൃഷ്ടിക്കുന്നത് വളരെ തീവ്രമായ ഒരപകടമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് അപകടമാണ്? നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. ഞാൻ ആ വാക്യം ഒന്ന് വ്യാഖ്യാനിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരെ അനുസരിക്കാനാണോ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ആരെ അനുസരിക്കാനാണ് നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ആരെയാണ് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന്. നിങ്ങൾ ആരെ അനുസരിക്കാനാണ് നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ആരെയാണ് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെയാണോ? നിങ്ങൾ വെറുതെ പറയും ദൈവത്തെയാണെന്ന്, പക്ഷെ അത് നുണയാണ്. ദൈവത്തെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം ദൈവത്തെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ഓരോന്നും ചിട്ടയായി അനുസരിക്കുന്ന വ്യക്തിയായിരിക്കും. ദൈവത്തെ ആണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാകില്ല. ദൈവത്തെ ആണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അലട്ടുന്ന നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകില്ല. മരണം വന്നാൽ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകില്ല. പക്ഷെ ദൈവത്തെ അല്ല അനുസരിക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾ അനുസരിക്കുന്നത് ലോകത്തെയാണ്. നിങ്ങൾ അനുസരിക്കുന്നത് ലോകത്തിൻ്റെ തത്വങ്ങളെയാണ്. നിങ്ങൾ അനുസരിക്കുന്നത് ലോകം നിങ്ങളുടെ മുന്നിൽ വരച്ചു വെച്ചിട്ടുള്ള ആ സ്റ്റാറ്റസിൻ്റെ സിംബലുകളെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. ലോകം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള മാന്യതയുടെ മാനദണ്ഡങ്ങളെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. ലോകം നിങ്ങളുടെ മുൻപിൽ മാന്യതയുടെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. ലോകം വെച്ചിരിക്കുകയാണ് ഒരു മാനദണ്ഡം. എന്താണ്? നിങ്ങളുടെ മക്കൾക്ക് ഇത്രയേറെ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നിങ്ങൾ മാന്യനാണ്, അവൻ മാന്യനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? മക്കൾക്ക് സമൂഹത്തിൽ മാന്യത കിട്ടുന്നതിന് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം ഭയങ്കരമായി കൊടുക്കുന്നു. നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം, ഇപ്പോൾ എല്ലാവരും ഒരുപോലെ വിദ്യാഭ്യാസം നേടുന്നവരാണ് നമുക്കറിയാം. പെൺകുട്ടികളൊക്കെ വളരെ BTech, MTech, MCom, എന്ത് വേണ്ട MBA, വലിയ വലിയ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നല്ല റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ. പക്ഷെ പലപ്പോഴും എൻ്റെ കൂടെ പഠിച്ച അത്തരത്തിൽ വളരെ നന്നായി വിദ്യാഭ്യാസമുള്ള നല്ല പഠിക്കാൻ മിടുക്കികളായിരുന്ന പല പെൺകുട്ടികളുണ്ട്. എൻ്റെയൊക്കെ കൂടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ. ഞാൻ ഈ അടുത്തിടെ അവരിൽ പലരെയും കാണുന്ന സമയത്ത് അവരോട് ഞാൻ ചോദിക്കും, എന്താ ജോലി ചെയ്യുന്നത്? അപ്പോൾ അവർ പറയും, അച്ഛാ ഞങ്ങൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഹൗസ് വൈഫാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും പഠിച്ചത്? അവരൊക്കെ റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിരുന്നു. അവരെയൊക്കെ കണ്ടു പഠിക്കാനാണ് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിട്ടുള്ള ആ കുട്ടികൾ ഒക്കെ ഇപ്പോൾ വീട്ടമ്മമാരായി ജീവിക്കുകയാണ്.
നല്ലത് തന്നെ, വീട്ടമ്മമാരായി ജീവിക്കുന്നത് നല്ലത് തന്നെ, നല്ലതല്ലെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തിനാണ് നീ പഠിച്ചത്? ഞാൻ ആ കുട്ടികളോട് ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കും, പിന്നെ എന്തിനാണ് ഇത്രയേറെ പഠിച്ചത്, എന്തിനാണ് ഇത്രയേറെ വിദ്യാഭ്യാസം നേടിയത്? ഉടനെ അവരെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ നല്ലൊരു വിവാഹാലോചന വരത്തുള്ളൂ. നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയാമോ? നല്ല വിവാഹാലോചന വരുന്നതിന് വേണ്ടിയിട്ടാണ് പലരും നല്ല വിദ്യാഭ്യാസം. എന്നിട്ടോ അങ്ങനെ നല്ല വിവാഹാലോചന വന്നു, അത് കഴിഞ്ഞിട്ടോ ആ കല്യാണം കഴിച്ചു, ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ജീവിക്കുകയാണ്. ഈ കാലം അത്രയും പഠിച്ചത് കൊണ്ട് ഒന്നും ഒരു പ്രയോജനവും ഇപ്പോൾ ഇല്ല. ഭർത്താവ് ജോലിയെടുക്കുന്നു, കുടുംബം പുലർത്തുന്നു. എക്സംഷൻ കേസസ് ഉണ്ട്, ഭാര്യമാർ ജോലി ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മിക്കവാറും സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? മാരേജ് മാർക്കറ്റിൽ നല്ല ഇത് കിട്ടുന്നതിന് വേണ്ടി, നല്ല ഒരു മറ്റുള്ളവർ നമ്മളിൽ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം പലരും നേടുന്നത്. അപ്പോൾ സമൂഹമാണ് ഇന്ന് നമ്മളെ അനുസരിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് സമൂഹത്തിൻ്റെ ദാസന്മാരാണ്. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങൾ ആരെയാണോ അനുസരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ദാസനാണ്. നിങ്ങൾ സമൂഹത്തെയാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ ദാസനാണ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ തത്വങ്ങളെയാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദാസനാണ്. ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളെയാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദാസനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകത്തിൻ്റെ തത്വങ്ങളുടെ ദാസനായി ജീവിക്കുന്ന ആ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വെറുതെ പറയുകയാണ് ദൈവത്തെയാണ് അനുസരിക്കുന്നത്. എവിടെയാണ് ദൈവത്തെ അനുസരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിന് എവിടെയാണ് ഗൗരവം കൊടുക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ ദൈവവചനത്തിന് വില കൊടുക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസനാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ഒരു ദാസനാണ്. നിങ്ങൾ എന്തിനെയാണോ അനുസരിക്കുന്നത് അയാളുടെ ദാസനാണ് നിങ്ങൾ. ലോകത്തിൻ്റെ തത്വത്തെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ദാസനാണ്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, വെറുതെ ദൈവത്തിൻ്റെ ദാസനാണെന്നും പറഞ്ഞ് ജീവിക്കില്ലേ. ദൈവത്തിൻ്റെ ദാസനാണെന്നുണ്ടെങ്കിൽ നീ ചിട്ടയായിട്ട് ദൈവവചനത്തെ അനുസരിക്കും. ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ സമൂഹത്തിൽ നീ ഒറ്റപ്പെടും. ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിരിക്കും ഒരുപക്ഷെ ദൈവത്തെ നീ അനുസരിക്കുന്ന സമയത്ത്. അത് ലോകത്തിന് ഇഷ്ടപ്പെടുകയില്ല, അത് നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല, അത് നിൻ്റെ ബന്ധുമിത്രാദികൾക്ക് ഇഷ്ടപ്പെടുകയില്ല. നീ ദൈവത്തെ പച്ചയായി അനുസരിക്കാനുള്ള നിലപാടെടുക്കുമ്പോൾ അത് നിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ചിലപ്പോൾ തകർക്കും. അത് നിൻ്റെ സമൂഹത്തിൻ്റെ മുന്നിലുള്ള സ്റ്റാറ്റസിനെ ഇടിച്ചു താഴ്ത്തും. പക്ഷേ ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ പീഡകളെ, ഈ നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസിനെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ ദാസനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ദാസനെന്ന് അവരെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരൊന്നും ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയാണ്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ. ഒന്നുകിൽ പാപത്തിനായി മരണത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരുടെ ദാസനാകാനാണ് തീരുമാനം? മരണത്തിൻ്റെ ദാസനോ ജീവൻ്റെ ദാസനോ? ജീവിക്കുന്ന ദാസനായി, ദൈവത്തിൻ്റെ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ദാസനായി തീരാൻ ദൈവത്തെ ചങ്കൂറ്റത്തോടെ അനുസരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഒരു ചാലഞ്ചാണ്. പലപ്പോഴും നമ്മളൊക്കെ വലിയ വാചക കസർത്തുകൾ നടത്തുന്ന ആൾക്കാരാണ്. ദൈവത്തെ അനുസരിക്കുന്നു എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളെയും നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾക്ക് അനുസരിക്കാൻ ചങ്കൂറ്റമുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ ലോകം നിങ്ങളെ ഭോഷൻ എന്ന് വിളിക്കും. ഉറപ്പാണ്, ലോകം നിങ്ങളെ ഭോഷൻ എന്ന് വിളിച്ചിരിക്കും. അത് കർത്താവ് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ മുന്നിൽ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ മുന്നിൽ അറപ്പത്രേ എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ശ്രേഷ്ഠമായി കാണുന്ന ഘടകങ്ങളെ നീ ദൈവത്തോടുള്ള അനുസരണയെ പ്രതി ചവറായി എണ്ണുമ്പോൾ, പൗലോസ് അപ്പോസ്തലനൊക്കെ ആ വാക്കാണ് ഉപയോഗിച്ചത്, ചവറായിട്ട് എണ്ണുമ്പോൾ ആ ലോകം നിന്നെ ഭോഷൻ എന്ന് വിളിക്കും. ആ ഭോഷത്വം സ്വീകരിപ്പാൻ ചങ്കൂറ്റമുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്തെ നെഞ്ചുറപ്പോടെ അനുസരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അനുസരണയുടെ ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ അതിന് സഹായിക്കട്ടെ. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ അനുസരിച്ച് എൻ്റെ കർത്താവിൻ്റെ ദാസനായി ജീവിക്കുമെന്നുള്ള
നെഞ്ചുറപ്പുള്ള തീരുമാനമെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങേ അനുസരിപ്പാനുള്ള ആർജവം ഞങ്ങൾക്ക് നൽകണമേ. നാഥ, ഞങ്ങൾ അങ്ങേ അനുസരിക്കുന്നു എന്ന് വ്യർത്ഥമായി പറയുന്നവരാണ്. ഞങ്ങൾ ദൈവവചനത്തിൻ്റെ ഓരോ ആഴങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ സത്യസന്ധമായി ഞങ്ങളെ തന്നെ പരിശോധിച്ചാൽ ഞങ്ങൾ അങ്ങേ അനുസരിക്കുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ലോകത്തെ അനുസരിക്കുന്നു. ലോകത്തെയും അങ്ങേയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവേ, അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളെയും ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളെയും അങ്ങയുള്ള അനുസരണത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുക അസാധ്യമാണ് എന്ന് വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഒരു വിശ്വാസി എന്ന് ഞങ്ങളെ തന്നെ വിളിക്കുമ്പോൾ അനുസരണയുള്ള വിശ്വാസിയായി തീരുവാൻ അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. നാഥ, ലോകം ഞങ്ങളുടെ നേരെ കടന്നു വരികയും ഞങ്ങളെ ഭോഷണം നെണ്ണുകയും ചെയ്യുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു എന്ന വെളിച്ചത്തോടുകൂടെ അങ്ങയുടെ വചനത്തോട് വിശ്വസ്തത പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ.